ഹായ്, ഡേ 12 ഓഫ് ഡോക്യുമെന്റിങ് യുവർ ജേർണി. ഇന്ന് സംസാരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സിമ്പിൾ കുറച്ച് ടിപ്സ്. അതായത് ഇപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് അതിനകത്തൂടെ ഓൺലൈനായിട്ട് കുറച്ച് സെയിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ഓൺലൈനായിട്ട് കുറച്ച് സെയിൽ കൊണ്ടുവരണം. ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ സ്പീഡാണ്. ബാക്കി നമുക്ക് പെട്ടെന്ന് ലോഡ് ചെയ്യുന്ന സൈറ്റിലേക്കായിരിക്കും നമ്മൾ കൂടുതൽ ആളുകൾ എത്തും. ഇപ്പോൾ നമ്മൾ ആമസോൺ സൈറ്റൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്കൊരു മാക്സിമം ഒരു 1 സെക്കൻഡ് 2 സെക്കൻഡ് കൊണ്ട് സൈറ്റ് ലോഡാകും. നമുക്ക് പ്രോഡക്റ്റ് സെർച്ച് ചെയ്യാം. വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെപ്പോലുള്ള ആളുകൾ എപ്പോഴും കയറുക, നമുക്ക് ടൈം ഏറ്റവും ഇമ്പോർട്ടൻസ് ആണെന്ന് ടൈമാണ്. അപ്പോൾ ആ ടൈം നമുക്ക് പെട്ടെന്ന് ലോഡാവുന്ന സൈറ്റിൽ കയറുക, പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സർവീസസ് ആണെങ്കിൽ സർവീസസ് നോക്കുക, പെട്ടെന്ന് ഡീറ്റെയിൽസ് അറിയുക, നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകും. അതാണ് നമ്മൾ മാക്സിമം എല്ലാ ആളുകളും ചെയ്യുന്നത്. അപ്പം ഒരു സൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലോഡിംഗ് സ്പീഡ് തന്നെയാണ്. രണ്ടെന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. നേരത്തെ സംസാരിച്ചിട്ടുള്ള കാര്യം, ഗൂഗിൾ മൈ ബിസിനസ്സിനകത്ത് നമ്മുടെ ഈ പ്രോഡക്റ്റിനെ ലിസ്റ്റ് ചെയ്യിക്കുക. നമുക്ക് ലിസ്റ്റ് ചെയ്ത് ഓൺലൈനായിട്ട് ഇപ്പോൾ നമുക്ക് ഗൂഗിൾ മൈ ബിസിനസ്സിനകത്ത് നമ്മുടെ അഡ്രസ് ലൊക്കേഷൻ കാണിച്ച് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ലിസ്റ്റ് ചെയ്യാം. ഓൺലൈനായിട്ടാണ് നമ്മൾ സെല് ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു 3 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഫാക്ടേഴ്സാണ്. നമ്മുടെ പ്രോഡക്റ്റിനെ പെട്ടെന്ന് നമുക്ക് ഒരു ചലനം അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരു അത്യാവശ്യം ഒരു ട്രാഫിക്ക് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ആയിട്ടുള്ള സെല്ല് കൊണ്ടുവരാനൊക്കെ നമുക്ക് എളുപ്പം പറ്റുന്ന കുറച്ച് മാർഗ്ഗങ്ങളാണ്.